ഹലോ ഫ്രണ്ട്സ്, നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നമുക്ക് നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ബീഫ് വറുത്തരച്ച കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ബീഫ് വറുത്തരച്ച കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ലിവറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബീഫിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വിസിലടിച്ച് കൊടുക്കണം. ഞാനൊരു 7 വിസിലടിയുന്ന വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകവും 1/2 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിൽ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. ബീഫ് വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 3 വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ തക്കാളിയും ഒരു 6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുരുമുളക് നല്ലോണം ചേർത്ത് അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ച് കൊടുക്കണം. എരിവുള്ളതാണെങ്കിൽ 4-5 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്കത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫ് വേവിച്ച വെള്ളം ഞാനിതിൽ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ബീഫുമായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് വേവിച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടിപൊളി ബീഫ് വറുത്തരച്ച കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയുടെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ബീഫ് വറുത്തരച്ച കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.